ഹായ് ഗായസ്, ബിഗ് ബോസ് മലയാളം സീസൺ 7 12th വീക്ക് ഒഫീഷ്യലിലേക്കുള്ള നോമിനേഷനാണ് ഇപ്പോൾ അവസാനിച്ചത്. ഇതിൽ രസകരമായ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ നോമിനേഷനിൽ നിന്ന് 2 പേര് രക്ഷപ്പെട്ടിരിക്കുകയാണ്. അതാണ് ശരിക്കും പറഞ്ഞാൽ ഒരു സങ്കടകരമായ ഒരു കാര്യമാണ് കേട്ടോ. അതിൽ ഒരാൾ രക്ഷപ്പെട്ട ആൾ ഷാനവാസ്, മറ്റൊരാൾ ആദിലയാണ്. ആദിലയുടെ കാര്യമാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. കാരണം നൂറയും ആദിലയും ഒരുമിച്ച് വന്നിരുന്നെങ്കിൽ അവർക്ക് വോട്ട് സ്പ്ലിറ്റായിട്ട് എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമായിരുന്നു. പക്ഷേ ഇവിടെ സംഭവിച്ചത് ആദിലയും ഷാനവാസും രക്ഷപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആദിലയ്ക്ക് കിട്ടേണ്ട വോട്ട് കൂടെ നൂറയ്ക്ക് കിട്ടും. അപ്പോൾ ഏതായാലും നോമിനേഷനിൽ പെട്ടിരിക്കുന്നവർ ആരൊക്കെയാണെന്ന് പറയാം. 7 പേരാണ് പെട്ടിരിക്കുന്നത്. സാബുമാൻ, നൂറ, നെവിൻ, ആര്യൻ, അനുമോൾ, അനീഷ്, അക്ബർ. അങ്ങനെ 7 പേരാണ്. ഒന്നും കൂടെ പറയാം: സാബുമാൻ, നൂറ, നെവിൻ, ആര്യൻ, അനുമോൾ, അനീഷ്, അക്ബർ. അതിൽ അക്ബറിനാണ് ഏറ്റവും കൂടുതൽ വോട്ട്, 3 വോട്ട്. അനീഷിന് ഏറ്റവും കൂടുതൽ വോട്ട് ലഭിച്ചിട്ടുണ്ട്, 3 വോട്ട്. സാബുമാന് 2 വോട്ട്, നൂറയ്ക്ക് 2 വോട്ട്, നെവിന് 2 വോട്ട്, ആര്യന് 2 വോട്ട്, അനുമോൾക്ക് 2 വോട്ട്. ഷാനവാസിനും ആദിലേക്കും ഓരോ വോട്ട് വെച്ച് കിട്ടിയിട്ടുണ്ട്. എന്തായാലും അനീഷ് നോമിനേറ്റ് ചെയ്തത് സാബുമാനെയും നൂറയാണ്. നിവിൻ നോമിനേറ്റ് ചെയ്തത് സാബുമാനെയും അനുമോളിനെയാണ്. ആര്യൻ നോമിനേറ്റ് ചെയ്തത് അനീഷിനെയും ഷാനവാസിനെയാണ്. അനുമോൾ നോമിനേറ്റ് ചെയ്തത് നിവിനെയും അക്ബറിനെയാണ്. അക്ബർ നോമിനേറ്റ് ചെയ്തത് നൂറയെയും ആദിലയാണ്. നൂറ നോമിനേറ്റ് ചെയ്തത് അക്ബറിനെയും ആര്യനെയാണ്. സാബുമാൻ നോമിനേറ്റ് ചെയ്ത നെവിനെയും അനീഷിനെയാണ്. ആദില നോമിനേറ്റ് ചെയ്ത അക്ബറിനെയും അനീഷിനെയാണ്. ഷാനവാസ് നോമിനേറ്റ് ചെയ്ത ആര്യനെയും അനുമോളിനെയും. അപ്പം 12th വീക്ക് എവിക്ഷനിലേക്ക് 7 പേരാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥി ആരാണെന്നും കൂടെ വീഡിയോയുടെ ഇടയിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അതോടൊപ്പം നിങ്ങൾ ഇത്തവണ ആരെയാണ് പുറത്താക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയെന്നും കൂടെ വീഡിയോയുടെ ഇടയിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റ ബൈ, താങ്ക് യു.